ഹലോ കൂട്ടുകാരെ, ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണിയിൽ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയിൽ ഒന്നാണ് തലശ്ശേരി ദം ബിരിയാണി. അപ്പോൾ ഞാൻ അതിലേക്കുള്ള മസാലകളൊക്കെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേസമയം ഞാൻ അടുപ്പത്ത് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ റൈസും ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ഈ ബിരിയാണിക്ക് ആവശ്യമുള്ള ഉള്ളി സവാള ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരി ഏകദേശം ഒരു 95% വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കും ഒരു 20 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി മസാല ഒന്ന് പൊടിച്ചെടുത്തു. ആ സമയം കൊണ്ട് നമ്മുടെ സവാള നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഉള്ളി വഴറ്റിയ അതേ ഓയിലിൽ തന്നെ നമ്മളിനി ജസ്റ്റ് ഇനി ചിക്കൻ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ എണ്ണ ഞാനൊരു പാനിലേക്ക് ഒഴിച്ച് കുറച്ച് സവാള വഴറ്റിയെടുത്തു. ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നേ. ഇനി നമ്മുടെ സവാളയിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആ പേസ്റ്റ് ഒന്ന് ചതച്ചിടാണ്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിലേക്ക് ജസ്റ്റ് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ പൗഡറും ഒരു ലെമണും ആഡ് ചെയ്തായിരുന്നേ. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് പുതിന, മല്ലിയില അതൊക്കെ ഒന്ന് ആഡ് ചെയ്തു. ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം കൂടിപ്പോയോ എന്നെനിക്കൊരു സംശയം. എന്നാലും സാരമില്ല. അതൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റി നന്നായി വഴണ്ട് വന്നു. കുറച്ച് സമയം എടുത്തേ. അതിന് ശേഷം ഞാനിവിടെ 2 ടൊമാറ്റോ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഇതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുത്തു. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഈ മിക്സ് നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പരുവാവുള്ളൂ. അങ്ങനെ ഇതൊക്കെ നന്നായി വഴറ്റി നമ്മൾ ഇന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ കുക്ക് ചെയ്ത് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അത് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ചിക്കനിലേക്ക് നമ്മുടെ ഈ മസാലയും ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റി വെച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ വേറെ നമ്മുടെ ട്രിപ്പോഡോ അങ്ങനത്തെ മൊബൈൽ സ്റ്റാൻഡ് അങ്ങനെ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ചില സമയത്ത് വീഡിയോസ് ഷെയ്ക്കാവുന്നതൊക്കെ ഉണ്ടാവും. എന്നാലും എല്ലാ പരിമിതികളും പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ ഈ ബിരിയാണിയിൽ നമ്മുടെ ചിക്കനിലേക്ക് വേണ്ട മസാലകളൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഏകദേശം ഒരു നല്ല ഒരു 90 അല്ല ഒരു 75% കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുക്കായി നോക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി കുക്കാവാനുണ്ട്. വീണ്ടും ഞാനൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു. അത്യാവശ്യം അത് കുക്കായിട്ടുണ്ട്, എന്നാൽ നന്നായി കുക്കായിട്ടില്ല. ഈ സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന നമ്മുടെ സവോള അതൊക്കെ ഒന്നിട്ടിട്ട് കൊടുത്ത്. ഇതാണ് ശരിക്കും ഈ തലശ്ശേരി ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ വെക്കുന്നതാണ് പ്രോപ്പർ ബിരിയാണി എന്നൊന്നും പറയില്ല. ഞാനും യൂട്യൂബൊക്കെ നോക്കി കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെ പഠിച്ചെടുത്തൊരു ബിരിയാണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നിൽ ഈ തലശ്ശേരി ബിരിയാണിയാണ്. അങ്ങനെ ഇത് കുക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഏകദേശം വീണ്ടും അതൊന്ന് കുക്കായി നമ്മുടെ സവാളയൊക്കെ ജസ്റ്റ് അതിൽ നന്നായി പിടിച്ച് വരുമ്പോൾ അവസാനം നമ്മൾക്ക് അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന നമ്മുടെ ബിരിയാണി മസാല ഉണ്ടല്ലോ, നല്ല ഫ്ലേവറാണ് അതിന്. നമ്മൾ ഒരിക്കലും ഒരു മസാല ആദ്യമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഈ അവസാന സമയത്ത് ചിക്കൻ വാങ്ങുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ നമ്മൾ ഈ മസാല അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യും. ഏകദേശം 1-1.5 ടീസ്പൂൺ മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ ഈ വെള്ളം ഒരു 95% ഈ വെള്ളം ഒന്ന് കുറുകി ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. എന്നിട്ട് നമുക്ക് ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവട്ടെ. എന്നിട്ട് ഞാൻ തുറന്ന് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഏകദേശം ഈ പരുവം നമ്മുടെ റൈസിലേക്ക് ഏകദേശം ഈ മസാല വേണതാനും. അതിനുശേഷം ഞാനൊരു പാന്, ഒരു ഇരുമ്പിൻ്റെ തവ വെച്ച് അതിലേക്ക്
ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യാറ്. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റി വീണ്ടും ഇതിലേക്ക് ചിക്കൻ തന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് അതിലേക്ക് തന്നെ ആ പാത്രത്തിൽ തന്നെ ചിക്കൻ വെച്ച് അതിൻ്റെ മുകളിൽ റൈസ് 2 ലെയറായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൈസ് ആദ്യം ഇട്ടു, പിന്നെ നമ്മുടെ സവോള ഫ്രൈ ചെയ്തത്, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ ഒരു നുള്ളിൽ ബിരിയാണി മസാല, പിന്നെ നെയ്യ്, പിന്നെ എനിക്ക് ഈ മഞ്ഞ കളർ റൈസിൻ്റെ ഇടയ്ക്ക് മഞ്ഞ കളർ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാലിൽ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കും. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള റൈസ് ലെയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ സവോള ഇലകൾ, ജസ്റ്റ് ഒരു ബിരിയാണി മസാല, കുറച്ച് നെയ്യ്, പിന്നെ കളർ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്ത കളറാണ്, അല്ലാതെ അഡീഷണൽ കളേഴ്സൊന്നുമില്ല. അതൊക്കെ ഒന്ന് തൂവിക്കൊടുത്ത് അങ്ങനെ നല്ല ഭംഗിയിൽ നമ്മൾ ദം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഞാനൊരു അരമണിക്കൂർ വയ്ക്കും മിനിമം. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാൻ മെല്ലെ ദമ്മ പൊട്ടിച്ചപ്പോൾ കണ്ട കാഴ്ച ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷനാണ്. ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്ക് എന്താ അറിയില്ല, ആ ഒരു സമയം വരെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റാണ്. അരമണിക്കൂർ വരെ ഉള്ളൊരു വെയിറ്റിംഗ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബിരിയാണി ദം അടിയിൽ ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഫോൺ പിടിക്കുന്നതും ഇത് പിടിക്കുന്നതൊക്കെ ഒരുമിച്ചിട്ടാണ്, അതുകൊണ്ടാണ് അതൊരു കറക്റ്റ് രൂപത്തിലല്ലാത്ത. പക്ഷേ കാണുന്ന പോലെയല്ല എന്നല്ല, കാണുന്ന പോലെ തന്നെയാണ്. പക്ഷെ അതിലുപരി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയായിരുന്നു. അങ്ങനെ അത് ഞാനൊരു പാത്രത്തിലേക്ക് വിളമ്പി. ഞാനൊന്ന് ഒറ്റയ്ക്കായിരുന്നു ലഞ്ചിന് കഴിക്കാൻ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്വയം കഴിച്ചു. ടാറ്റാ.